വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ ഉഷ ജനമിയുടെ മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാതെ വിഷമിക്കുന്നവരാണ് നിങ്ങൾ. ഷോപ്പുകളിൽ ആയിരങ്ങൾ കൊടുത്ത് തയ്ച്ചെടുക്കുന്ന ഡിസൈൻ ഇനി നമുക്ക് വീട്ടിൽ തന്നെ തനിയെ തയ്ച്ചെടുക്കും. എങ്ങനെയെന്നല്ലേ? വളരെ ലളിതമായ ചില സെറ്റിങ്സുകൾ മാറ്റിയിട്ട് നിമിഷങ്ങൾക്കകം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനുകൾ ചെയ്തെടുക്കാം. ലെങ്ത്ത് നമുക്ക് സീറോയിലാക്കി വെച്ചിട്ട് നമുക്ക് സെലക്ടർ ഈ സീലാണ് വെക്കുന്നത്. ഇത് നമുക്ക് സിക്സാഗ് സ്റ്റിച്ചാണ്. ഇത് വിടുത്ത് കൂട്ടിയും വെക്കാം, കുറച്ചും വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് സീറോയിലും സെറ്റ് ചെയ്ത് വെക്കാം. അടുത്തത് നമുക്ക് ഈ ഫെസർ ഫൂട്ട് അയച്ചു വെക്കാം. തുണിയിൽ മനോഹരമായ പൂക്കളും ഡിസൈനുകളും സ്വന്തമായി ചെയ്യുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസവും സന്തോഷവും ഒന്ന് വേറെ തന്നെയല്ലേ? തയ്യൽ അറിയാവുന്നവരുടെ ഭൂരിഭാഗം ആളുകളുടെ ഒരു സ്വപ്നമാണ് ഈ മെഷീൻ. അങ്ങനെ മെഷീൻ വാങ്ങി സ്റ്റിച്ചൊക്കെ ചെയ്യുമെങ്കിലും എംബ്രോയ്ഡറി ചെയ്യാൻ ആർക്കും അറിയില്ല. ഒന്നെങ്കിൽ പേടിയായിരിക്കും, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും. അങ്ങനെ തൊടാതെ അത് സ്റ്റിച്ചിങ് മാത്രം ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ ഈ ചെറിയൊരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ മെഷീനിൽ എങ്ങനെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാമെന്ന് പഠിക്കും. അതെങ്ങനെയെന്ന് വളരെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ തുണി നീങ്ങാൻ ഉപയോഗിക്കുന്ന പല്ലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് താഴ്ത്തി വെക്കുന്ന ഒരു സംഭവമാണിത്. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഈ പല്ല് ഇങ്ങോട്ട് താഴ്ന്നു വരും. എന്നിട്ടാണ് എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് ഞാൻ മുമ്പൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ താഴ്ത്താതെ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ മെഷീനിൽ ചെയ്തെടുക്കാവുന്ന അത്രക്കില്ലെങ്കിലും ഒരുപാടൊക്കെ നമുക്ക് ഇതിലും ചെയ്തെടുക്കാം. പിന്നെ ഈ മെഷീനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുവിധ എംബ്രോയ്ഡറി നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാം. ഈ മെഷീൻ അത്യാവശ്യം ഉള്ളവർ വാങ്ങിച്ചാൽ മതി, അല്ല ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ചാണ് എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് ഇടാം. ഈ എ ബി എന്ന് കാണുന്നിടത്ത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇടാം. പിന്നെ ഈ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിടുത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് പിന്നെ സിഗ്സാഗിൽ കുറച്ച് വിടുത്ത് കുറച്ചിട്ടാണ് വെച്ച് ചെയ്തതിന്. പലരും ചിന്തിക്കുന്നത് എംബ്രോയ്ഡറി ചെയ്യാൻ വലിയ കോഴ്സോ പ്രത്യേക കഴിവോ വേണോ എന്നാണ്. എന്നാൽ സത്യാവസ്ഥ അതൊന്നുമല്ല. നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി മുന്നോട്ട് ഇങ്ങനെ തള്ളുകയാണ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ അടിയിലുള്ള ഫീഡ് ഡോഗ് ആണ് സഹായിക്കുന്നത്. അടുത്ത നമുക്ക് വിടുത്ത് കൂട്ടിയിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്ലവറൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുത്ത് കൂട്ടിയിട്ടിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുക. എന്നാലും നമ്മൾ മറ്റേ വേറൊരു എംബ്രോയ്ഡറി മെഷീൻ കാണിച്ചില്ലേ, അതിൻ്റെ അത്ര വിടുത്ത് ഏതായാലും കൂടൂല. ഇതിലൊരു നോർമൽ വിടുത്ത് ഇത്രയാണ്. ഇതിൽ കൂടുതൽ വിടുത്ത് എന്തായാലും കിട്ടൂല. എന്നാലും നമുക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു ഡ്രോയിങ് ബുക്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കാമെന്ന് വിചാരിക്കും. അന്നേരം നമ്മൾ ഒരേ സ്ഥലത്ത് പിടിച്ചിട്ട് ബുക്ക് തിരിച്ചു കൊടുത്താൽ ഭംഗിയുള്ള ചിത്രം കിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും. അതുപോലെ നമ്മൾ സ്വന്തമായി ചലിപ്പിച്ച് ആ ഡിസൈനിലൂടെ കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു ഭംഗിയുള്ള എംബ്രോയ്ഡറി ഡിസൈനൊക്കെ കിട്ടുന്നത്. ഇതിനായി നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മെഷീൻ സ്വയം ഒരു ക്യാൻവാസായി മാറും. നമ്മുടെ കൈകളൊരു ഡിസൈൻ പെൻസിലായി മാറും. അടുത്ത നമുക്കൊരു സ്കാലപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കാലപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല വിടുത്ത് കൂട്ടിയിട്ടിട്ട് തന്നെ സാറ്റിൻ സ്റ്റിച്ച് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വിടുത്ത് കൂട്ടിയിട്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചലിപ്പിച്ചാൽ ഫില്ലാവാതെ വരും. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തെടുക്കാം. പക്ഷേ ഇതിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ മറ്റേ മെഷീനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടാണ് വിടുത്ത് കൂട്ടിയിട്ടും കുറക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ മെഷീനിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതായതുകൊണ്ട് ഈ രീതിയിൽ അങ്ങനെ പോകും. ഉഷ ജനോമിൻ്റെ ഈ മെഷീനിൽ തന്നെ സ്കാലപ്പ് വർക്ക് മാത്രം ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ ഷോളിൻ്റെ വക്കിൽ, സാരീൻ്റെ വക്കിൽ അങ്ങനെ മാത്രം ചെയ്ത് ഓർഡർ എടുത്ത് ഓൺലൈനായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. പിന്നെ ഓൺലൈനല്ല ഓഫ്ലൈനായിട്ടും ചെയ്തെടുക്കാം. അടുത്തത് നമുക്കൊരു ഫ്ലവർ ഡിസൈൻ വരച്ചെടുക്കാം. അങ്ങനെ സെൻറ്ററിൽ റൗണ്ട് ഇട്ടിട്ട് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ചെറിയൊരു ഇതളുകൾ ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ടല്ല വരയിൽ, അതുകൊണ്ട് വെറുതെ ഒരു വരയിലൊക്കെ വരക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചിത്രം വരച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ കൈ കൊണ്ട് വെറുതെ ഒന്നുകൊണ്ട് വരച്ചതാണ്. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. ഇതിൽ പിന്നെ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു സൈഡിൽ നിന്ന് തന്നെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വരിക. എന്നിട്ട്
എവിടെ വിട്ടുപോയതോ അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ ഈ റിങ് ഇടുന്നതുകൊണ്ട് നല്ല ടൈറ്റിൽ വേണം തുണി ഫിറ്റ് ചെയ്യാൻ. അതുപോലെ ഇതിൻ്റെ അടിയിൽ ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചുളി വീഴാതെക്കാൻ നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ പതിയെ സ്പീഡ് കുറച്ച് ഒരു സൈഡിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അതുപോലെ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്തെടുക്കുന്നവർ ഇങ്ങനെ ഫ്ലവർ ഒന്നും ആദ്യം ചെയ്ത് നോക്കരുത്. ഒരു ലൈൻ ഇട്ടിട്ട് അതിൽ സാറ്റിൻ സ്റ്റിച്ച് ഇങ്ങനെ എടുത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം സ്കാലപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതും റെഡി ആയതിന് ശേഷം ഇതുപോലെ സിമ്പിൾ ഫ്ലവറൊക്കെ വരച്ചിട്ട് ഫില്ല് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല ഫ്ലവറൊക്കെ വരച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഉഷ ജനോമി മെഷീൻ വാങ്ങി വെച്ചവരുണ്ടെങ്കിൽ, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. മെഷീൻ എടുത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അനുഭവം കമൻ്റായിട്ട് താഴെ പറയുമല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതിനേക്കാൾ ഫിനിഷിങ്ങോടെ വീട്ടിലിരുന്ന് മനോഹരമായ എംബ്രോയ്ഡറി തയ്ച്ചെടുക്കാം. ഇനി ആരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്കൊരു എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ല ഭംഗിയിൽ വരച്ചിട്ടൊരു ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതൊരു സിൽക്ക് ഗ്ലേസിങ് ഉള്ള ഒരു ത്രെഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ പിന്നെ അത്ര ക്ലിയർ ആയിട്ട് തോന്നായിട്ടാണ്. ഇതുണ്ട് നമ്മളിങ്ങനെ തൊട്ടാലൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതൊരു ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ചെറിയൊരു ഫ്ലവറാണ്. നമ്മൾ മറ്റേ മെഷീൻ കൊണ്ടൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ പോകാൻ പറ്റില്ല എന്ന് മാത്രം. അന്നേരം നമ്മളിങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഡോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞി ഫ്ലവറൊക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അടുത്തത് നമുക്ക് ഇത് ഫ്ലവറൊക്കെ ഫില്ല് ചെയ്ത പോലെ വെറുതെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവസാനം അത് ഫില്ല് ചെയ്തൊരു ഹാർട്ട് ഷേപ്പിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ വരക്കാതെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സ്പീഡിൽ നമ്മളിങ്ങനെ പഠിച്ച് ഇതായി വന്നാൽ ഒരു എയിമായി വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ ഈ മൂവ്മെൻ്റാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഇതങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഡിസൈനൊക്കെ വരക്കാനും അങ്ങനെ വരച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും.
അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പല കളറിലും ഡ്രസ്സിലും ഡിസൈനൊക്കെ വരച്ചിട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതാ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ഇതുണ്ടോ, പല കളറിലുള്ള നൂല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോർമൽ ത്രെഡ് തന്നെ, ഏതായാലും കുഴപ്പമില്ല. ഈ റെഡ് മാത്രം കാണുന്നത് അതിൻ്റെ ഇടയിൽ ഒരു മെറൂൺ കളർ നൂലിന്, അതാണ് കാണാത്തത്. ഈ ബാക്കത്തെ നൂലൊക്കെ കട്ട് ചെയ്താൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. കട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ കാണൂല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ടിപ്സുമായിട്ട് വീണ്ടും വരാം. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.